നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങി 4 വയസ്സുകാരൻ മരിച്ചു. ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. കേച്ചേരിയിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കേച്ചേരി പുതുവീട്ടിൽ ജാബിറിന്റെ വീട്ടിൽ നിന്നാണ് കള്ളനോട്ട് പിടികൂടിയത്. സംഭവത്തോടനുബന്ധിച്ച് പ്രതി ജാബിറിന്റെ സഹോദരന്റെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും വിവരമുണ്ട്. നോട്ടുകൾ പ്രിന്റ് ചെയ്ത A4 ഷീറ്റുകളും പോലീസ് കണ്ടെടുത്തു. ജാബിറിനെ പിടികൂടാനായിട്ടില്ല. റെയ്ഡിന് പോകുന്ന വിവരം മറ്റു ചിലർക്ക് ചോർന്നു കിട്ടിയെന്നും ഇതേ തുടർന്നാണ് പ്രതി രക്ഷപ്പെട്ടതെന്നുമാണ് പോലീസിനെതിരെ ഉയരുന്ന ആക്ഷേപം. വിദേശത്തായിരുന്ന ഇയാൾ 6 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ജാബിറിന്റെ ബന്ധു പെട്രോൾ അടിക്കാൻ ചെന്നപ്പോൾ കൊടുത്ത കള്ളനോട്ട് പമ്പിലെ ജീവനക്കാർ തിരിച്ചറിയുകയായിരുന്നു. ഇക്കാര്യം ജാബിറിന്റെ ബന്ധുവിനോട് പറഞ്ഞപ്പോൾ അയാൾ കള്ളനോട്ട് പിടിച്ചുവാങ്ങി ബൈക്കിൽ രക്ഷപ്പെട്ടു. തുടർന്ന് പമ്പ് ജീവനക്കാർ ബൈക്ക് നമ്പർ സഹിതം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ജാബിറിന്റെ വീട് കണ്ടെത്തി പരിശോധിച്ചപ്പോഴാണ് 100-ന്റെയും 200-ന്റെയും 500-ന്റെയും കള്ളനോട്ടുകൾ കണ്ടെടുത്തത്. നോട്ടുകൾ അടിക്കുന്ന പ്രിന്ററും കണ്ടെത്തിയിട്ടുണ്ട്. എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച നീളംപള്ളിയാൽ താണിക്കുണ്ട് കുഞ്ഞിന്റെ കൃഷിസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള 29.5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് പഴയതും ഏറ്റവും ദുർബലവുമായതിനാൽ ആനകളെ തടയാൻ കഴിയുന്നതല്ലെന്നും ഏറ്റവും പുതിയതും ശക്തവും സാങ്കേതിക മികവുള്ളതുമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിന് ഊർജിതമായി നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സൂചനാ സമരമെന്ന നിലയ്ക്ക് ഒക്ടോബർ 28-29 തീയതികളിൽ എളനാട് സെന്ററിൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശവാസികളായ ഷാജി CV, രാജൻ PP, മനോജ് PR, സുലോചന PR, മത്തായി, വേശ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്തിലെ നീളംപള്ളിയാൾ 14-ാം വാർഡ് കുഞ്ഞേട്ടൻ്റെ കൃഷി സ്ഥലത്താണ് ഞങ്ങളുള്ളത്. താണിക്കുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആന വന്ന് വ്യാപകമായിട്ട് തെങ്ങിൻ തൈകളൊക്കെ നശിപ്പിച്ചു. 5-8 വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് ഇവിടെ നശിപ്പിച്ചത്. വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. ഇതിനു മുമ്പും ഇതേപോലെ ആന ഇറങ്ങി ഇവിടെ തെങ്ങ് നശിപ്പിച്ചു. എന്നിട്ട് അത് നഷ്ടപരിഹാരത്തിന് വേണ്ടി മണൽത്തറ വില്ലേജിൽ അപേക്ഷ കൊടുത്തു. നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ തെങ്ങിൻ തൈകൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു. അധികാരികൾ ആരും വന്ന് നോക്കിയിട്ടില്ല. നിരന്തരമായി ജനവാസ മേഖലയിൽ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ പല ഭാഗങ്ങൾ. കടവല്ലൂരിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് പിറകുവശം കോട്ടോൽ പാടം റോഡിന് സമീപത്തു നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് പ്രദേശവാസികൾ പാമ്പിനെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കടവല്ലൂർ വടക്കുമുറി സ്വദേശി മാനംകണ്ടത്ത് മുനീർ നാട്ടുകാരുടെ സഹായത്തോടുകൂടി മലമ്പാമ്പിനെ പിടികൂടി. തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മലമ്പാമ്പിനെ കൈമാറി. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം ലേനിൽ പുലിക്കോട്ടിൽ ചേറപ്പൻ ഭാര്യ മേരി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. റെജി, റീന എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ പുലിക്കോട്ടിൽ അന്ത്രയോസ് ഭാര്യ വെറോനിക്ക നിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കുര്യാക്കോസ്, റാഫേൽ, ജോസ്, ഉഷ, തോമസ്, ഷാജൻ, പോളി എന്നിവർ മക്കളാണ്. ചാവക്കാട് ഹോട്ടൽ റഹ്മാനിയ ഉടമ പാലുവായ് മാമ ബസാറിൽ താമസിക്കുന്ന സഫറുദ്ദീൻ ആച്ച റഹ്മാനിയ നിര്യാതനായി 65 വയസ്സായിരുന്നു. ഷെമി ഭാര്യയും സുഹാന, അമൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.